നഗര റോഡ് ഉദ്ഘാടന വേദിയിലും ചുറ്റുവട്ട പ്രദേശങ്ങളിലുമെല്ലാം എൽ.ഡി.എഫ് സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് എൽ.ഡി.എഫ് പ്രവർത്തകർ ഫ്ലെക്സ് ബോർഡുകളും മധുര പലഹാര വിതരണവും നടത്തി. വേദിയിൽ സംസാരിച്ച എൽ.ഡി.എഫ് നേതാക്കളെല്ലാം സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചാണ് സംസാരിച്ചത്. മൂവാറ്റുപുഴ നഗര റോഡ് ഉദ്ഘാടന വേദിയിൽ പരസ്പരം ആരോപണങ്ങളും പോർവിളികളുമായി എൽ.ഡി.എഫ്, യു.ഡി.എഫ് നേതാക്കൾ രംഗത്തെത്തി. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് നഗര റോഡ് വികസനം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി ഇന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് തുറന്നു നൽകിയത്. മന്ത്രി ഓൺലൈനായാണ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മാത്യു കുഴൽനാടൻ എം.എൽ.എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എം.എൽ.എയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിൽ നിന്നും യു.ഡി.എഫ് പ്രവർത്തകർ പ്രകടനമായാണ് ഉദ്ഘാടന വേദിയിലേക്കെത്തിയത്. എം.എൽ.എയും പ്രവർത്തകരും എത്തിയ സമയത്ത് തന്നെ എൽ.ഡി.എഫ് പ്രവർത്തകർ സി.പി.ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി എൻ. അരുണിന്റെയും സി.പി.ഐ.എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് എം. മാത്യുവിന്റെയും നേതൃത്വത്തിൽ സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് ലഡു വിതരണം നടത്തി. തുടർന്ന് മാത്യു കുഴൽനാടൻ എം.എൽ.എ ദീർഘമായ അധ്യക്ഷ പ്രസംഗമാണ് നടത്തിയത്. എം.എൽ.എക്ക് ശേഷം പ്രസംഗിക്കാനായി എത്തിയ മുൻ എം.എൽ.എ ബാബു പോൾ അതിരൂക്ഷമായ ഭാഷയിലാണ് എം.എൽ.എക്കെതിരെ പ്രതികരിച്ചത്. ചില ആളുകൾ കിഫ്ബി ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ച് ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, ഇതെല്ലാം വെറും സ്വപ്നങ്ങൾ മാത്രമാണ്, ഈ കിഫ്ബി കേരളത്തെ കടക്കണിയിലാക്കി കളയും എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീ മാത്യു കുഴൽനാടൻ എം.എൽ.എ ആണ് അങ്ങനെ കോടതിയിൽ സമീപിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം പറഞ്ഞത്, കോടതിക്ക് മനസ്സിലാകുന്നില്ല, ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, മൻമോഹൻ സിംഗിന് മനസ്സിലാകുന്നില്ല, ആർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ള തരത്തിൽ കിഫ്ബിക്കെതിരായി ശക്തമായ ഒരു ആക്ഷേപം ഉന്നയിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഏതായാലും കിഫ്ബി എന്താണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു, കോടതിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു, എം.എൽ.എക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ ധരിക്കുന്നത്. ഇത്തരമൊരു ആ കിഫ്ബി ഫണ്ടിംഗ് ആണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട്. 2009 അംഗീകരിക്കപ്പെട്ട അലൈൻമെന്റ്, ആ അലൈൻമെന്റ് അനുസരിച്ച് ഈ റോഡിന്റെ നിർമ്മാണം നടന്നിരുന്നു എങ്കിൽ ഇന്നത്തേതുപോലെയുള്ള ട്രാഫിക് ബ്ലോക്ക് കൂടി നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുമായി. കിഫ്ബിക്കെതിരെ കോടതിയിൽ പോവുകയും കേസ് നൽകുകയും ചെയ്ത എം.എൽ.എ ഇപ്പോൾ കിഫ്ബിയുടെ മാഹാത്മ്യം തിരിച്ചറിയുന്നുണ്ട് എന്ന രീതിയിലാണ് ബാബു പോൾ സംസാരിച്ചത്. സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് ഉദ്ഘാടന വേദിക്ക് സമീപം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബാനറുകൾ ഉയർത്തിയും ഫ്ലക്സുകൾ സ്ഥാപിച്ചും അഭിവാദ്യം അർപ്പിച്ചു. തുടർന്ന് പ്രസംഗിക്കാനെത്തിയ സി.പി.ഐ.എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു കിഫ്ബിയെ പ്രശംസ കൊണ്ട് മൂടി. എം.എൽ.എ കിഫ്ബിക്കെതിരെ പ്രയോഗിച്ച വാക്കുകൾ കൃത്യമായ രീതിയിൽ തന്നെ അനീഷ് മാത്യു വേദിയിൽ അവതരിപ്പിച്ചു. നമുക്കറിയാം, ഒരു എം.എൽ.എക്ക് ഒരു വർഷം ലഭിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് 5 കോടി രൂപയും കൂടാതെ എം.എൽ.എയുടെ പ്രാദേശിക വികസന ഫണ്ടായിട്ടുള്ള 1 കോടിയും ഉൾപ്പെടെ 6 കോടി രൂപയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് മൂവാറ്റുപുഴ എം.എൽ.എക്ക് തനതായി ലഭിച്ച ഫണ്ട് 30 കോടി രൂപയാണ്. എം.എൽ.എ തന്നെ ഇവിടെ സൂചിപ്പിച്ചു പോയിട്ടുള്ളതുപോലെ 1226 കോടി രൂപയുടെ വികസനം ഈ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തെ മാറ്റി നിർത്തണമെന്ന് ഈ ഗവൺമെന്റ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഈ മൂവാറ്റുപുഴയ്ക്ക് 1269 കോടി രൂപയുടെ വികസനം ഇവിടെ നടക്കില്ലായിരുന്നു. തെറ്റിദ്ധാരണയുടെ പേരിലാണെങ്കിലും കിഫ്ബിക്കെതിരെ കേസിന് പോയാലും ഇന്ന് മൂവാറ്റുപുഴയിൽ 256 കോടി രൂപയുടെ വികസനം ബഹുമാനപ്പെട്ട എം.എൽ.എ ഇവിടെ സൂചിപ്പിച്ചു. മുറിക്കല്ല് പാലം, അതുപോലെ തന്നെ ഇവിടെ അനൗൺസ്മെന്റ് ചെയ്ത നമ്മുടെ ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ ഓഡിറ്റോറിയം, മൂവാറ്റുപുഴ നഗരവികസനം പറഞ്ഞു പോയത് സ്വപ്നമാണെങ്കിലെന്നല്ല, അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞ മൂവാറ്റുപുഴ കച്ചേരിത്താഴത്തിന് സമാന്തരമായി മറ്റൊരു പുതിയ പാലം ഉൾപ്പെടെ ഈ മൂവാറ്റുപുഴയിൽ കിഫ്ബി പദ്ധതിയിലൂടെ ഭരണാനുമതി ലഭിച്ചിരിക്കുകയാണ്. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട്, അത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. തുടർന്ന് പ്രസംഗിച്ച കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോണും മുസ്ലിം ലീഗ് നേതാവ് പി.എം. അബ്ദുൾ മജീദും എം.എൽ.എക്ക് അനുകൂലമായും സംസ്ഥാന സർക്കാരിനെതിരായും പ്രസംഗിച്ചു. മുൻ എം.എൽ.എമാരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി ആളുകൾ ഇതിനകത്ത് പരിശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ പൂർത്തീകരിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് നമ്മുടെ ഡോക്ടർ മാത്യു കുഴൽനാടൻ എം.എൽ.എക്കാണെന്ന് മാത്രം. അതൊരു വല്ലാത്ത ഭാഗ്യമാണ്. നമ്മൾ എല്ലാ പ്രവർത്തനങ്ങൾക്കും തറക്കല്ലിടും, കുറേ പ്രവർത്തനങ്ങളൊക്കെ നടത്തും.
ഒരു MLA കൊണ്ടൊന്നും കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് ഒരു MLA കൊണ്ടൊന്നും തന്നെ പൂർത്തീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ജോഡി നെല്ലൂർ സൂചിപ്പിച്ച പോലെ ഭരണത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. പക്ഷെ ഓരോ പദ്ധതികളും പൂർത്തീകരിക്കുമ്പോൾ ആ പൂർത്തീകരണത്തിനൊരു മധുരമുണ്ട്. ആ മധുരം നൽകേണ്ടത് ഡോക്ടർ മാത്യു കുഴൽനാടന് തന്നെയാണ്. ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ നഗര റോഡ് വികസനം പൂർത്തിയായ സന്തോഷത്തിലാണ് നാട്ടുകാരെങ്കിലും രാഷ്ട്രീയ പോര് ഇപ്പോഴും റോഡിന്റെ പേരിൽ തന്നെ തുടരുകയാണ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.